മദ്യപാനം അടക്കമുള്ള വിഭിന്നങ്ങളായ അഡിക്ഷനിലേക്ക് വീണുപോയവർ അതിൽ നിന്ന് കരകയറുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ വീണ്ടും വീണുപോകുന്നു. അപ്പം ഇതിനൊരു പരിഹാരം ആവശ്യമാണ്, അല്ല അനിവാര്യമാണ്. അതായത് ഈ വ്യക്തികളുടെ ജീവിതത്തിലെ സകല മേഖലകളിലും ഒരു വോൾ പേഴ്സൺ റിക്കവറി ഉണ്ടായി എങ്കിൽ മാത്രമേ അവർക്ക് പൂർണ്ണമായി നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ. എങ്കിൽ മാത്രമേ അവർക്ക് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു ലൈഫ് ലഭ്യമാകുന്നുള്ളൂ, സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഒന്നാമതായി ഇങ്ങനെയുള്ളവർ, യുവർ ലൈഫ് ഷുഡ് ബി എ ഗോൾ. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ഗോൾ, ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഉറച്ചതും ബലിഷ്ഠവുമായ ഉറപ്പുള്ളതായ ഒരു ലക്ഷ്യം. ആ ഗോൾ സെറ്റിംഗ് നടന്നു എങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായി, നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് ഷുഡ് ബി റിലേറ്റഡ് ടു യുവർ ഗോൾ. നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രവൃത്തി, നിങ്ങളുടെ ഓരോ ദിവസത്തെയും മുന്നോട്ടുള്ള പോക്ക് മുൻപ് പറഞ്ഞ ആ ഗോൾ സെറ്റിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ആത്മാർത്ഥമായ പ്രവൃത്തി ഉണ്ടാവണം. മൂന്നാമതായിട്ട്, നിങ്ങളുടെ പ്രവൃത്തി, വർക്ക്, നിത്യജീവിതത്തിലെ ഓരോ ഇടപെടലുകളും ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവോൾവ്മെൻറ്റോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുവാൻ കഴിയുകയുള്ളൂ. നാലാമതായിട്ട്, നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും, നിങ്ങളുടെ എല്ലാ കൺവെൻഷനും നിങ്ങളുടെ ബോധ്യത്തിനടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ഇങ്ങനെ ഈ 4 സ്റ്റെപ്പുകളും കടന്നു വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കുക, യു ഓൾവേസ് റിമെമ്പർ ദാറ്റ് യു ആർ ദ ഓൺലി വൺ പേഴ്സൺ ഫോർ യുവർ ഗ്രോത്ത്. നിങ്ങളുടെ വളർച്ചയ്ക്ക് നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി. മറ്റാരും അതിനെ നിങ്ങൾക്ക് സഹായിക്കാമെന്നുള്ളതല്ലാതെ അതിൻ്റെ ഉത്തരവാദിത്വം മറ്റാർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ മാതാവിനോ പിതാവിനോ ഭാര്യയ്ക്കോ മക്കൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ആർക്കും നിങ്ങളുടെ വളർച്ച ഏറ്റെടുക്കാൻ കഴിയില്ല. അത് നിങ്ങൾ മാത്രം ഏറ്റെടുക്കണം. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നിങ്ങളിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. ആ ബോധ്യത്തോടു കൂടി നിങ്ങൾ പെരുമാറേണ്ടതുണ്ട്. അടുത്തതായിട്ട്, ഓവർകം ഹാൻഡിക്യാപ്സ് ആൻഡ് ലിമിറ്റേഷൻസ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അതെന്തുമാവട്ടെ, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുവാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന ഈ ഹാൻഡിക്യാപ്സ് ഓർ ലിമിറ്റേഷൻസ് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും. നിങ്ങൾ ഓർമ്മിക്കുക, എബ്രഹാം ലിങ്കൻ്റെ ജീവചരിത്രം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? മിൽട്ടൻ്റെ ജീവചരിത്രം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? അതല്ലെങ്കിൽ പി വിജയൻ്റെ, ഇപ്പോഴത്തെ DGP ആയിരിക്കുന്ന പി വിജയൻ്റെ ജീവിതം അതല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത്? അതല്ലെങ്കിൽ ഇപ്രാവശ്യം ഓൾ ഇന്ത്യ ലെവലിൽ IFS ഫോറിൻ സർവീസസ് സെലക്ഷൻ കിട്ടിയ തിരുവനന്തപുരംകാരിയായ ഒരു കുട്ടിയുടെ കഥ നിങ്ങളെ പഠിപ്പിക്കുന്നതല്ലേ? ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും ഒരു മാറ്റമുണ്ടാവണം. സിസ്റ്റമാറ്റിക് ആൻഡ് സ്ട്രക്ചേർഡ് ചേഞ്ച് ഉണ്ടായാൽ നിങ്ങൾ പോലും അറിയാതെ സന്തോഷം നിങ്ങളെ തേടി വരും, നിങ്ങളിലേക്ക് വരും. അപ്പോൾ ഒരു ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ പോലും അറിയാതെ കടന്നു വരും. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ യു ക്യാൻ വിൻ ദ റേസ്. എല്ലാവരും, പ്രത്യേകിച്ച് അഡിക്ഷനിലേക്ക് വീണു പോയിട്ടുള്ള എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, തൂഫാൻ അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. ജീവിതമായിരിക്കണം നിങ്ങളുടെ ലഹരി.